പറമ്പി കയറി പാവയ്ക്ക വെക്കാൻ. നിന്റെ മുഖത്തിന്റെ വലിച്ച റിയാക്ഷൻ കണ്ടാൽ അറിയാം നീ തന്നെയാണ് ആ പാവയ്ക്ക ജ്യൂസ് എടുത്ത് ചുപ്രഹോ. അയ്യടി, നീ ആദ്യം സാരി ഒന്ന് മര്യാദ കൊടുക്കാൻ പഠിക്കടി. ബോംബെക്കാരി തോക്കെടുക്കട്ടെ. വേണ്ട, നീ പോയി കുടിക്കാൻ സൂപ്പ് എടുക്ക. എത്ര ചീത്ത വിളിച്ചാലും ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ വെട്ടിയായിട്ട് നിന്നോളൂ. കൂട്ടത്തിൽ ഫോട്ടോ എടുക്കാൻ വേറൊരു സാധനം. ഞാൻ ആലോചിക്കായിരുന്നേ. ഞാനിപ്പോ ആലോചിച്ചിട്ടുള്ളൂ, ഒരു 1.5 അടിച്ചാൽ നല്ല ഇറങ്ങിണ്ടാവും. എടാ അതല്ല ഭവ്യ, കേക്ക്. എടാ ഞാൻ അവളോട് ഇഷ്ടം തുറന്നു പറഞ്ഞാല് അത് നല്ലതാ. ഈ മുട്ടിട്ട് പ്രേമം പൊട്ടിച്ച സോഡിയും രണ്ടും വെക്കാൻ പറ്റില്ല, രണ്ടിനും ഗ്യാസ് പോകും. അതല്ല കോക്കന് ഇഷ്ടാവില്ലേ? ഇഷ്ടമൊക്കെ ആകും. ശുഭലക്ഷണം. അവനിവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഏകദേശം ഒരു 8-9 മാസമായിട്ടുണ്ട്. ആളെ ഞങ്ങൾ പൊക്കിക്കൊള്ളാം. പക്ഷെ അവൻ കാശ് കൊണ്ട് മുങ്ങിയതാണോ അത് ആരെങ്കിലും മുക്കിയതാണോ എന്നുള്ള നാട്ടുകാരുടെ ചോദ്യത്തിന് താൻ തന്നെ മറുപടി പറയേണ്ടത്. സാറേ, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ തെണ്ടി നടന്നൊരു കാലം ഉണ്ടായിരുന്നു ജോസിന്. അന്ന് തറവാട്ട് പേര് സ്വന്തം പേരിനോട് ചേർത്ത് വിളിക്കാൻ പേടിയായിരുന്നു എനിക്ക്. ഇന്ന് അതും കൂടെ ചേർത്ത് നാട്ടുകാരനെ പലത്ര ജോസ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിലേ അതെന്റെ അധ്വാനത്തിന്റെ ഫലമാണ്. നാട്ടുകാരുടെ കാശ് കൊണ്ട് പാലപ്പോ ഇഷ്ടവും തിന്നേണ്ട ഗതികേട് എനിക്കില്ല. അതുകൊണ്ട് SI മന്നങ്ങ് ചെല്ല്. പരാതി ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട് അവിടെ ഒന്ന് പറയാം കേട്ടോ. കേട്ടോ ജോസേ, താൻ പരാതി തന്നാലും തന്നില്ലെങ്കിലും ഞാൻ ഈ കേസ് അന്വേഷിക്കും, അവനെ പൊക്കുകയും ചെയ്യും. പക്ഷെ എന്റെ അന്വേഷണം അവസാനം വന്ന് നിൽക്കുന്നത് തന്റെ വീടിന്റെ മുമ്പിലാണെങ്കിൽ ചാവിട്ടി തന്റെ ആട്ടിനാവി ഞാൻ കലക്കും. കേട്ടോ? അവനെ ആരെയും പേടിപ്പിക്കണ? ഇച്ചായനെ കുറിച്ച് അവൻ അറിയാൻ പാടാണ്. പേടിപ്പിക്കുന്നതിനൊക്കെ ഒരു അതിരില്ലേ? ഇച്ചായ മേലെ നിക്കറി പുള്ളി പോയാ ആര് സമാനം പറയും? എടാ സുന്ദരാ, ചേട്ടൊന്ന് മാറി കേട്ടാ. ഏകദേശം എത്ര പൈസ പോയിണ്ടാവും? എന്താ കാര്യം? അല്ല, ഒന്നുമില്ല, വെറുതെ അറിയാൻ വേണ്ടി. നീ ഇവിടുത്തെ സ്റ്റാഫ് ഉദയന്ദ്രനെ അറിയോ? അറിയോന്നോ? ഞങ്ങൾ രണ്ടാൾ കൂടി നാളെ അടിച്ചു വിറ്റാൽ ഞാൻ അവനെ വീട്ടിൽ കൊണ്ടാക്കി. എന്നാ അവനാണ് കാശുമായിട്ട് മുങ്ങിയത്. അവനിപ്പോ എവിടെ ഉണ്ട്? സാർ ഉദ്ദേശിച്ച് ഉദയേന്ദ്രനാണോ വിനയേന്ദ്രനാണോ? ഉദയന്ദ്രൻ എന്റെ ഫ്രണ്ട് വിനയേന്ദ്രനാ. അവൻ അങ്ങനെ ചിലവും ബുദ്ധമതക്കാരനാ. മറ്റോ കള്ളൻ അന്വേഷണം സ്ട്രോങ് ആയിക്കൊള്ളു. പിന്നെ ഒന്ന് നോട്ട് ചെയ്തോ? ഇന്ത്യ ഉണ്ടായാലും പിന്നെ പിടിക്കണം, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് കിട്ടൂല. ജോസറ്റാ, ശ്രീകുട്ടാ, നീ ഇരിക്കേ. ജോസറ്റാ, എന്റെ കാശ്. നീ എന്തുവാടേ പറയുന്നത്? ഒരുത്തൻ കുറച്ച് കാശുമായിട്ട് മുങ്ങി. വെറും 2 കോടി അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അതിന് വെറുതെ നാട്ടുകാര് പറഞ്ഞുണ്ടാക്കല്ലേ പാലത്ര ചുട്ടീസ് പൊട്ടി പൊളിഞ്ഞു എന്നൊക്കെ. നേരത്തെ മുതലാളി പട്ടായിലേക്ക് മുങ്ങിയെന്ന് ഒരു ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാക്കിയില്ലേ? സുന്ദരാ, അല്ല ജോസറ്റാ, അച്ഛന്റെ ഓപ്പറേഷനുള്ള കാശാണേ. എടാ നിന്റെ കാശ് സേഫാ. അതെപ്പ വേണമെന്ന് പറഞ്ഞാലും നിനക്ക് കിട്ടിയിരിക്കും. റെഡി? ശരി, ഇപ്പൊ വേണം? ഇല്ല വേണം. സുന്ദര, നീ വീട്ടിലേക്ക് വിളിച്ച് ബാഗ് ഒന്ന് പാക്ക് ചെയ്യാൻ പറ. ഒരു യാത്രയുണ്ട്. കൊറേ നേരമായി ശ്രീകുട്ടൻ വന്നിട്ട്? ഇല്ല, കുറച്ചേരേ ഉള്ളൂ. എന്താ കാണുന്നു പറഞ്ഞേ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ശ്രീകുട്ടൻ എന്നെ ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാനിപ്പോ അങ്ങനെ ഒരു അവസ്ഥയിലല്ല. എന്റെ ജീവിതത്തിൽ വലിയൊരു കാര്യം നടത്താനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതുമല്ല. അല്ലേലും എന്ത് കണ്ടിട്ടാ ചേട്ടാ ഇവള് ചേട്ടനെ സ്നേഹിക്കേണ്ടത്? ചേട്ടന് എന്നെ തോന്നുന്നുണ്ടോ ഇവക്ക് പറ്റിയ ആളാണ് ചേട്ടനെന്ന്? ഈ വയ്യാത്ത കാലം വെച്ച് എന്തേലും ഒരു ആവശ്യം വന്നാ ഓടിയെത്താൻ ചേട്ടന് പറ്റുമോ? ബി പ്രാക്ടിക്കൽ. അതുകൊണ്ട് ചേട്ടനെ പോലെ എന്തേലും ഒരു കുറവുള്ള ഒരാളെ നോക്കുന്നല്ലേ നല്ലത്. അല്ലാതെ പുറകെ നടക്കല്, രാത്രി വീടിന് മുന്നിൽ വന്ന് നിൽക്കല് ഭയങ്കര ബോറ് പരിപാടിയാ. അതുകൊണ്ട് ഇനി ഇവളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യാൻ നിൽക്കല്. അതിന് തന്നോടാരാ പറഞ്ഞു എനിക്ക് ഇയാളെ ഇഷ്ടമാണ്? നിങ്ങള് ചീപ്പിടിച്ചില്ലേ? അയാള് വർക്ക്ഷോപ്പിൽ വന്നുണ്ടായി. അതിന്റെ പെയിന്റ് ചെയ്തതിന്റെ കാശ് കൊടുക്കാൻ വേണ്ടി പറയാൻ വേണ്ടി വന്നാ. ഇഷ്ടോ തന്നോട്?